നമ്മൾ ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ ഈ സ്ഥാനാർത്ഥികളെ ചുമരത്ത് ഇതേപോലെ AI ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ആർക്കും നിർമ്മിക്കാൻ പറ്റിയ ഒരു സംഭവമാട്ടത്. ഇത് നമ്മൾ സാധാ ജെമിനി ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. ചെയ്യുന്ന രീതികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോംപ്റ്റ് എന്താ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ജെമിനി ആപ്പ് എല്ലാവരും ഫോൺ ഉണ്ടാകും. വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ എടുത്തായി അത് എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഈ ക്രിയേറ്റ് ഇമേജ് എന്ന് കൊടുക്കുക. അതിൽ നമ്മൾ എന്താക്കണം, ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. ആ പ്രോംപ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതേപോലെ ഇതിന് കൊടുത്തതിന് ശേഷം നേരത്തെ ശ്രീദേവി പ്രാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുത്താണ്. ഇത് നമ്മളിവിടെ ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് നമ്മളെ പേര് അത് നമ്മൾ കൊടുക്കുക. അതിന് ശേഷം ഈ ചിഹ്നം ഏതാണ്, കോണിയാണെങ്കിൽ കോണി, അതല്ലെങ്കിൽ അരിവാൾ ചുറ്റികയാണ് അരിവാൾ ചുറ്റിക. എന്താണ് ഇത് നമ്മൾ ജലാലിൻ്റെ കൊടുക്കാൻ പോവാണ്. NP ജലാലുദ്ദീൻ്റെ ചിഹ്നം കൊടയാണ്. അപ്പോൾ നമ്മൾ കൊടൻ്റെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അതിൻ്റെ ഫുള്ള് ഇതിൻ്റെ ആർക്കൊക്കെ ഇതിൻ്റെ പ്രോംപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്തിട്ട് നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ആൾക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആർക്കാ വേണ്ട വെച്ചാൽ നമ്മൾ തരാം. അപ്പോൾ നമ്മളിവിടെ പേര് മാറ്റി നമ്മൾ ചിഹ്നം മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നുകൂടി ഇതിൽ ചേഞ്ച് ആക്കാണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സിമ്പിൾ വരുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾ കൂടാന്നാക്കുക. നമ്മൾ കോണി മാറ്റി കൂട ആക്കിയിട്ടുണ്ട് കേട്ടോ. കൂടയാണല്ലോ ചിഹ്നം. അതേപോലെ തന്നെ ഇതിൽ ഇവിടെ ഫീമെയിൽ എന്ന് നേരത്തെ കൊടുത്തിരുന്നത് മെയിലാക്കി മാറ്റുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ അടിയിൽ നമ്മളതിൻ്റെ ലുങ്കിയുടെ കളറുണ്ട്. ഞാൻ ഗ്രീൻ ലുങ്കിന്ന് കൊടുത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലുങ്കിന്ന് മാത്രം കൊടുത്ത് തന്നെ ഒരു കളറില്ലാതെ വരും. ഗ്രീൻ ലുങ്കി വേണമെങ്കിൽ ഗ്രീനിൽ വെക്കുക. ഞാനിവിടെ ഗ്രീൻ ലുങ്കി എന്നുള്ളത് വേണമെങ്കിൽ റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാം, ഒക്കെ ആക്കാം കേട്ടോ. ഇവിടെ ഗ്രീൻ തന്നെയാണ് ഉള്ളത്. ഏതായാലും നമ്മളിങ്ങനെ കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിൽ സംഭവം വരും. ഇതിൽ ഓരോന്ന് നമുക്ക് വായിച്ചാണ് നമുക്ക് ഐഡിയക്ക് അനുസരിച്ചൊക്കെ മാറ്റാനൊക്കെ പറ്റും കേട്ടോ. ഏതായാലും നമുക്ക് ഇനി ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഇതിൽ അവരെ പോസ്റ്റർ ഉണ്ടല്ലോ, ജലാലുദ്ദീൻ്റെ പോസ്റ്റർ നമ്മൾ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. അത് നമ്മളിതിങ്ങനെ ആഡ് ചെയ്തു. ഇത് ഇനി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തിങ്കിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കൊക്കെ തന്നെ നമ്മുടെ ആഗ്രഹിച്ച നമ്മൾ കരുതിയ അതേപോലുള്ളൊരു ഫോട്ടോ വരും കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സംഭവം റെഡി ആയിട്ട് ഇനി നമുക്കിത് ഇവിടെ സേവ് ആക്കണമെങ്കിൽ അവിടെ സേവ് ആക്കാം ഒക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി ഒന്നുകൂടി വേറെ ഒന്നും ചെയ്ത് കാണിച്ചു തരാം. ഞാൻ അരിവാൾ ചുറ്റിക്ക് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതേ ഒരു പ്രോംപ്റ്റ് തന്നെയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുക. അതിൽ ചെറിയ ചെറിയ ചേഞ്ചിങ് മാത്രം വരുത്തുക. നമ്മൾ ഈ അടയാളം ചിഹ്നങ്ങളും അതേപോലെ പേര് മാത്രമേ നമ്മൾ മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. ഇത് നമ്മൾ നേരെ കോപ്പി എടുക്കുക. അപ്പോൾ നേരത്തെ കൊടുത്ത് ആ സംഗതി അതേപോലെ കോപ്പി എടുത്തിട്ട് താഴെ നമ്മൾ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, നമ്മളതിൽ എന്തൊക്കെയാണ് ചിഹ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റാം. ഇപ്പം പറയേണ്ട ആവശ്യമില്ല. കൂടാതെ നല്ലോടത്ത് അരിവാൾ ചുറ്റിക എന്നാക്കുക. അതേപോലെ തന്നെ താഴത്ത് നമ്മൾ പേര് എന്താണെന്ന് വെച്ചാൽ പേര് മാറ്റാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഗ്രീൻ ലുങ്കിയാണ് ഇട്ടിട്ടുള്ളത്. ആണെങ്കിൽ റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാം. അതാണ് സംഭവം. അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് എഴുതി. അതിന് ശേഷം അരിവാൾ ചുറ്റിക നക്ഷത്രം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പേര് മാറ്റണം. ഇനി ഇവിടെ താഴത്ത് നമ്മൾ ജലാലുദ്ദീൻ എന്നെല്ലാം മാറ്റിയിട്ട് നമുക്ക് എന്താണ് സജ്ജാദ് എന്നാക്കാം. സജ്ജാദ് നെല്ലിപ്പറമ്പെന്നോ അങ്ങനെ ആക്കിയിട്ട് സജ്ജാദിന് നല്ല സജ്ജാദ് എന്ന് കൊടുക്കാം. നെല്ലിപ്പറമ്പൻ എന്ന് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതാ ചിഹ്നം മാറ്റുക. നമ്മൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ആക്കുക. അതിന് ശേഷം മുകളിൽ ഇപ്പം ഇത് ലുങ്കി എടുത്തത് ലുങ്കി വേണമെങ്കിൽ ലുങ്കി ഒഴിവാക്കാം. സാധാ ലുങ്കി അങ്ങനെ ആക്കാം. അതല്ലെങ്കിൽ ലുങ്കിന്ന് മാത്രം കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് കളർ ലുങ്കി ആണെങ്കിൽ കളർ ലുങ്കി. ഇവിടെ നമുക്ക് ഇനി റെഡ് കൊടുക്കാം. അരിവാൾ ചുറ്റിക്കാണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഇനി റെഡ് എന്ന് കൊടുക്കാം. ഇവിടെ ഉണ്ടാവും ലുങ്കി. ഇതിൽ ഇനി ഓരോന്നും നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ഇതിൽ ഓരോ സംഗതികളും അവിടെ കാണുന്ന ആളുകൾ ജനങ്ങൾ എങ്ങനെ രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ അവർ എത്ര വയസ്സിലായിരിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. അതൊക്കെ നമുക്ക് ഓരോ ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ റെഡ് എന്ന് കൊടുത്തു. റെഡ് മുണ്ടാണ് സംഭവം. പിന്നെ ബനിയന് വേണ്ടെങ്കിൽ ബനിയന് വേണ്ട, ഷർട്ട് അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ സജാദിൻ്റെ ആ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാം കേട്ടോ. ആ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാം. തുടർന്ന് നമുക്ക് വരുന്നത് നോക്കാം കേട്ടോ. സജാദിൻ്റെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് ഇനി നമുക്ക് കൊടുത്തു നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ സജ്ജാദ് നെല്ലിപ്പറമ്പ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് റെഡി ആവും കേട്ടോ. വളരെ ചുരുങ്ങിയ സമയം മതി. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് റെഡി ആവും കേട്ടോ. അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നെറ്റൊക്കെ സ്പീഡാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആവും. ഇത് നമ്മുടെ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷുവർ ഹിയർ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ സജ്ജാദ് ചുമരിലെത്തിയിട്ടുണ്ട്. നല്ല റെഡ് ലുങ്കി എടുത്ത ആളാണ്. ഇപ്പോൾ നേരത്തെ ഗ്രീനെന്ന് ഇപ്പോൾ നമ്മൾ റെഡാക്കി. അതേപോലെ തന്നെ നമുക്കിത് അങ്ങനത്തെ നുറുങ്ങ് മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ വരുത്തട്ടെ. ഓരോരുത്തർക്ക് ഭാവനയ്ക്ക് അനുസരിച്ചില്ലൊക്കെ മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രോംപ്റ്റ് വേണ്ടവർ നമ്മളെ ഈ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യുക. എന്നിട്ട് നമുക്ക് മെസ്സേജ് അയച്ചോളി. നമ്മൾ നേരെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.